നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കുകയാണ്. കുറച്ച് എണ്ണ നമുക്ക് ചീനിച്ചട്ടിയിലോട്ട് വെച്ചേക്കാം. ചൂടാണ് ചീനിച്ചട്ടി കേട്ടോ. കുറച്ചുകൂടി എനിക്ക് കുക്കിങ്ങിനെ പറ്റിയൊന്നും അത്ര വശമൊന്നുമില്ല. കടുകും കൂടി എടുത്തിട്ട് ഇതിലേക്ക് നമുക്ക് പൊട്ടിത്തെറിക്കും. അതുകൊണ്ട് നമുക്ക് ഓടായി ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ ഒരു പച്ചമുളകും ഇട്ടിട്ട് ഉള്ളൊരു പേസ്റ്റ് അരച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെയുള്ള അത് കഴിയുമ്പോൾ നമുക്ക് ഈ തേങ്ങ ഇടണം. ഈ സൈസിന് വേണം നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും മുളകും ഒക്കെ പേസ്റ്റ് bounce and go ahead. Rolls Royce, Lamborghini, Blue Medina, always beaming. Rag top, chrome pipes, blue lights, out of sight. So in, say it again, so in. Make that money, throw it in. Booty bounce and go ahead. Rolls Royce, Lamborghini, Blue Medina, always beaming. Rag top, chrome pipes, blue lights, out of sight. So in, say it again, so in. Make that money, throw it in. Booty bounce and go ahead. Rolls Royce, Lamborghini, Blue Medina, always beaming. Rag top, ചിക്കൻ ഗരം മസാല പിന്നെ ചിക്കൻ സോഫ്റ്റ് ആവാനായിട്ട് കുറച്ച് തൈര് ഒഴിച്ചു. പിന്നെ നമ്മൾ കുറച്ച് കറിവേപ്പില. അതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വെക്കണം. അരമണിക്കൂർ മാരിനേറ്റ് ചെയ്യാൻ വെക്കുന്നത് നല്ലതാണ്. ഉള്ളി രണ്ട് നമ്മൾ നന്നായിട്ട് ഇറക്കി വാടാനായിട്ട് അത് നന്നായിട്ട് വെന്ത് വരുമ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് ചിക്കൻ നമ്മൾ ഇതിൻ്റെ അകത്ത് കുറച്ച് ഉപ്പിടണം. ചിക്കൻ്റെ അകത്ത് ഉപ്പിടണം. പിന്നെ പെട്ടെന്ന് ഒന്ന് വഴണ്ട് വരാനായിട്ട് ഇത്രയും ഉപ്പിടാം. നമുക്കൊന്ന് ഇളക്കി വെക്കാം. ഇനി നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഇവിടെ പനിനീര് പെരട്ടി വെച്ചിട്ടുണ്ട്. ഇത് ആയി കഴിയുമ്പോൾ ഇവിടെ വെക്കണം. ഇത് ഹൈ നമ്മൾ ലോയിലോട്ട് ആക്കാവേ, സിമ്മിലോട്ട്. അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും. അപ്പം ഇത്രയും മതി. ജസ്റ്റ് ഒന്ന് നമുക്ക് വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ്റെ കൂടെ കിടന്ന് നന്നായിട്ട് 4-5 ടീസ്പൂൺ മുളക് പൊടി. പിന്നെ കാശ്മീരി ചില്ലി ആയാലും കുഴപ്പമില്ല. എരിവ് വേണ്ടതൊക്കെ അത് മതി. പിന്നെ 2-3 ടീസ്പൂൺ മല്ലിപ്പൊടി. അത് നമുക്ക് ഇതിലേക്ക് ചേർക്കാം. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. നമ്മൾ എടുത്തത് 1 ടീസ്പൂൺ എത്രയാണെങ്കിലും ഇടാം, നിങ്ങളുടെ ഇഷ്ടം. അത് വെച്ച് ഗരം മസാല. പിന്നെ എരിവ് വേണ്ടവർക്ക് 1 ടീസ്പൂൺ അതിൽ കൂടുതലും എടുക്കാം. ഞാനിവിടെ എടുത്ത് 1 ടീസ്പൂണാണ് കുരുമുളക് പൊടി. പച്ചമണം മാറുന്നതും വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാവേ. നമ്മൾ ഇടാൻ പോകുന്ന ചിക്കൻ മസാലയാണേ. ഇട്ടാൽ മതി. ഇതൊന്ന് ഇളക്കി കൊടുക്കാവേ. അപ്പം നമ്മൾ ചിക്കൻ ചേർത്തിട്ടുണ്ട് ഇതിൽ. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാവേ. മസാല പിടിക്കുന്ന പോലെ നമ്മൾ ഇളക്കണം. നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ്ഡ് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഇതിൻ്റെ അകത്ത് വെള്ളമൊന്നും ഒഴിക്കുന്നില്ല. ഇത് ശകല സമയം അടച്ചു വെക്കുമ്പോൾ അതിൻ്റെ അകത്തു ചിക്കൻ്റെ അകത്തുനിന്ന് തന്നെ വെള്ളം ഇറങ്ങിക്കോളും. ഇനി നമുക്കൊന്ന് അടച്ചു വെക്കാവേ. നമുക്ക് കുറച്ച് കായപ്പൊടി ഇടാവേ. പൊടി ഇടാവേ. എന്നിട്ട് നമുക്ക് ഇളക്കണം. നമുക്കിനി മുകളിലൊരു ഭംഗിക്കായിട്ട് കുറച്ച് കറിവേപ്പില ഇടാവേ. ഒരെണ്ണം കൂടി ഇട്ട് കൊടുക്കാം.
അപ്പൊ ഇതിന് കുറച്ച് പച്ചട്ടി വെള്ളമാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാം. അപ്പൊ എത്താവേ കുക്കിങ്ങില്.